ഏതു നേരത്തും ഏകചിന്തയാൽ ഏവരും ചേർന്നും സ്തോത്രങ്ങളർപ്പിക്കാം. ഭക്തി പാലിക്കാൻ, ശക്തി പ്രാപിക്കാൻ, മുക്തി നേടിടാൻ പരിശുദ്ധനെ തേടാം. സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാത്ത നൽ സ്നേഹിതനേ, യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം കൃതാന്തം വരും. യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം കൃതാന്തം വരും. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗ്ഗീയ പിതാവേ, അതിമനോഹരമായ നല്ല സമയത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല പ്രഭാതം കൂടി ദാനമായി തന്നല്ലോ. അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ നല്ല പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കല ദാനമായി നൽകേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നുവരെ അത്ഭുതോദിശ്യമായി ഞങ്ങളെ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച എൻ്റെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അപ്പാ പിതാവേ എന്ന് നോക്കി വിളിപ്പാൻ തക്കണം ഈ തന്ന പ്രഭാതത്തിൽ. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുക. രാത്രികാലം സുഖകരമായി ഉറങ്ങുവാനിടയായി തീർന്നു. ഈ നല്ല പ്രഭാതം എഴുന്നേൽപ്പാനും ഇടയാക്കി. സ്തോത്രം, സ്തോത്രം അപ്പാ. ഇന്ന് പകൽക്കാലം വരാമായിരിക്കുന്ന എല്ലാവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പകർച്ചയാതെ മരണത്തിന് ഏൽപ്പിക്കാതെ വണ്ണം ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കേണ്ടതിനായി അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ടപ്പാ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഒരുപോലെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളുമുണ്ട് കർത്താവേ. ഞങ്ങളുടെ എല്ലാ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപിടിച്ചോട് ഇട്ട് തരികയാ കർത്താവേ. അങ്ങ് ഞങ്ങളുടെ ഭാരം ചുമക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വരെ ഞങ്ങളെ അവിടുന്ന് അറിഞ്ഞ് സഹായിച്ച ദൈവമാ, കരുതിയ ദൈവമാ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ കർത്താവ്. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ, അവരുടെ വിദ്യാഭ്യാസത്തെ ഏൽപ്പിക്കട്ടെ, അവരുടെ ജോലിയെ ഏൽപ്പിക്കട്ടെ, അവരുടെ കുടുംബജീവിതം സമർപ്പിക്കട്ടെ, ദാനം തന്ന കൊച്ചുമക്കളെ ഏൽപ്പിക്കട്ടെ കർത്താവ്. അപ്പം ഞങ്ങളായിരിക്കുന്ന ദേശത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുകൾ, അയൽ കുടുംബങ്ങൾ, ഞങ്ങളുടെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ അനാഥര, വിധവകൾ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, രോഗികളായി ഭാരപ്പെടുന്നവർ, ആശുപത്രി മുറികളിലും ഭവനങ്ങളിലുമായിരിക്കുന്നവർ, കർത്താവ് എല്ലാവരെയും സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ കർത്താവ്. നാഥാ, അവിടുന്ന് സഹായിക്കുന്ന ദൈവം, കരുതുന്ന ദൈവം, കരുണയുള്ള ദൈവം ആകിയാൽ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം തിരുമുൻപാകെ ഏൽപ്പിക്കട്ടെ. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. ശത്രു അവരെ കാണലേ. ദൈവകൃപയിൽ വളരാൻ സഹായിക്കണമേ. നാടും വീടും വിട്ട് വിദൂരതകളിലൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായിരിക്കുന്നപ്പാ. നീ ഞങ്ങളുടെ പിതാവും മാതാവുമായി അവരോട് കൂടെ ഇരിക്കണമേ. അരുതാത്തതിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ കർത്താവ്. പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ. അവിടുന്ന് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കണമേ കർത്താവ്. നന്നായി പഠിക്കുവാൻ നല്ല കർത്താവ് സഹായിക്കണം. പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുണ്ട്. ദൈവമേ, ഹല്ലേലൂയ. കർത്താവ് പഠിക്കുന്ന മക്കളുണ്ട്. എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. പ്രത്യേകിച്ച് OET IELTS പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രൊമറ്ററിയും കർത്താവെ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിജ്ഞാനം അപ്പച്ചൻ കൊടുക്കുമാറാകണം. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ പ്രയത്നിച്ച കുഞ്ഞുങ്ങളുണ്ടപ്പോൾ അവർ ഹല്ലേലൂയ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടവരായി ലക്ഷ്യം വെച്ച സ്ഥാനത്ത് കടന്നു പോകാൻ ഇടയാക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ എൻ്റെ അപ്പൻ തുറന്നു കൊടുത്തേ മതിയാവും. വലയുവാനോ ഭാരപ്പെടുവാനോ സമ്മതിക്കലെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ പൊന്നുകരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമെന്നടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിൻ്റെ കൃപ ഞങ്ങൾക്ക് മതിയപ്പോൾ അത് ബലഹീനതയെ തികഞ്ഞു വരുന്നതാകിയാൽ അത്യന്തപരമായ കൃപ നൽകി ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം വളർത്തി തരണേ. ബാലപീഠയിൽ നിന്ന് വിടുവിച്ചു കൊള്ളുമാറാകണേ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളരുവാൻ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം ഞങ്ങളുടെ ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും ബലപ്പെടുത്തി സഹായിച്ച് കൃപയിൽ അങ്ങ് പൊതിഞ്ഞുകൊള്ളുമാറാകണം. ആരോഗ്യത്തിലും സമാധാനത്തിലും അവരെ നടത്തുമാറാകണം. കർത്താവെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവെ, സമാധാനത്തോടും സന്തോഷത്തോടും ജീവിപ്പാൻ ഇടയാക്കണമേ.
ദൈവമായ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ അപ്പൻ്റെ അനുഗ്രഹത്തിൻ്റെ കാര്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നീട്ടുമാറാകണം. വഴിവാതിൽ തുറക്കുമാറാകണം. തടസ്സമുണ്ടക്കം മാറ്റുമാറാകണം. അടിയങ്ങളുടെ പ്രാർത്ഥന സ്വർഗം കേട്ട് മറുപടി അയച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. ഞങ്ങളെ അനുഗ്രഹിച്ചല്ലാതെ ഞങ്ങൾ വിടുകയില്ല കർത്താവെ. ഹല്ലേലൂയ. ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന തൻ്റെ മക്കൾക്കെല്ലാം സ്വർഗം വഴി തുറന്നേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ മാനിച്ചതെയും പിന്നെയും മാനിപ്പാൻ സർവ്വശക്തന ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു തരികയാ കർത്താവ്. നാഥ, ഈ സമയം ഹല്ലേലൂയ കുടുംബജീവിതം ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. തക്ക തുണയെ ഒരുക്കണം അപ്പ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഈ ആണ്ട് തീരുന്നതിന് മുൻപ് നടക്കുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് തലമുറയെ നൽകി അനുഗ്രഹിച്ചാട്ട് കർത്താവെ. ഗർഭിണികളായിരിക്കുന്ന മക്കളെയൊക്കെ താങ്ങിക്കൊള്ളണമേ കർത്താവെ. പൊന്നുകരം ചാർത്ത് പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രപ്പ സ്തോത്രപ്പ സ്തുതിക്കുന്ന കർത്താവെ. ഈ സമയം ഹല്ലേലൂയ കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവെ. ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഏൽപ്പിച്ചു തരുന്നപ്പ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കുകളിലായിരിക്കുന്ന ഓരോ പ്രിയ മക്കളെയും പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അപ്പ. സൗഖ്യം കാത്തു കിടക്കുകയാ. എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ കടന്നു വന്നിട്ടുള്ളവരാരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ കർത്താവെ. സൗഖ്യം അയക്കണമേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമേ, ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ, എൻ്റെ കർത്താവെ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, പല അസ്വസ്ഥതകളുടെ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവ്. അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരിക. അവിടുന്ന് സഹായിക്കുമാറാകണമേ കർത്താവ്. ഈ സമയം നാഥ ഹല്ലേലൂയ കർത്താവ്. എല്ലാ രോഗത്തിനും നല്ല വൈദ്യൻ അപ്പന. എല്ലാ രോഗിക്കും ഹല്ലേലൂയ നല്ല വൈദ്യൻ അവിടുന്ന്. കാൽവരി ഒരു തുള്ളി രക്തം മതി കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യമാകാൻ കഴിയുമല്ലോ. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിക്കണമേ നടിയൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ. കാഴ്ചയും കേൾവിയും ഇല്ലാത്തവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ഓർമ്മശക്തിയും ബുദ്ധിയും ഇല്ലാത്തവർ കർത്താവ്, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നൊരു കർത്താവ്, കൈകാലുകൾക്ക് ചലനമില്ലാത്തൊരു കർത്താവ്, എൻ്റെ കർത്താവ്, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ കർത്താവ്, പല്ലിൻ്റെ വേദനയാൽ, ചെവിയുടെ വേദനയാൽ ഭാരമുള്ളവർ, തലമുടി മുഴുവൻ കൊഴിയുന്നവർ കർത്താവ്, ഉറക്കമില്ലാത്ത ജീവിതങ്ങളെയൊക്കെ ഞങ്ങൾ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ആസ്മ രോഗികളുണ്ട് കർത്താവ്, എൻ്റെ കർത്താവ്, തൈറോയിഡ് ഉള്ളവർ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ അപ്പൻ ഒരു കാര്യം അസാധ്യമല്ല. നീ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. മനുഷ്യരാൽ അസാധ്യമായത് എൻ്റെ ദൈവത്താൽ സാധ്യമാപ്പാ. എൻ്റെ അപ്പ, ഞങ്ങൾ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓരോ രോഗികളുടെ മേലും കർത്താവിൻ്റെ കരം വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലും സൗഖ്യം അവിടുത്തെ പക്കല നാരമായി നീ നൽകുന്ന ദൈവമാണ്. ഞങ്ങളതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കഴിഞ്ഞ നാളിൽ ഞങ്ങളെ വിടുവിച്ച ദൈവം, സ്നേഹിച്ച ദൈവം, കരുതിയ ദൈവം, ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപയാൽ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന വൻ കൃപയോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. വീണ്ടും അനുഗ്രഹിക്കണമേ, അത്ഭുതം കാണുവാൻ സഹായിക്കണമേ. പിതാവേ, വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സമാധാനവും ആശ്വാസവും ഓരോ മക്കൾക്കും നൽകി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വയനാടിൻ്റെ പ്രദേശം ഓർക്കുകയാ കർത്താവേ. സകലതും നഷ്ടപ്പെട്ട നെഞ്ചു നീറിപ്പുകയുന്ന വേദനയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളോട് മനസ്സലിയുമാറാകണം, കരുണ കാണിക്കുമാറാകണം, സ്വർഗം അത്ഭുതം ചെയ്യുമാറാകണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കരുണയുള്ള കർത്താവെ, പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാ. സ്വർഗം മനസ്സലിയുമാറാകണം. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി കർത്താവെ. സ്തോത്രം കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം. ഈ സമയം ഹല്ലേലൂയ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എൻ്റെ കർത്താവെ, അവിടുന്ന് ദൈവകൃപയിൽ വളരുവാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ സ്വർഗം സഹായിക്കണമേ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സമാധാനങ്ങളും സന്തോഷങ്ങളും സൗഖ്യങ്ങളും ദൈവകൃപകളും ഹല്ലേലൂയ പുതുവർഷത്തിൽ പ്രവേശിച്ച മക്കൾക്ക് കൊടുത്ത് സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കണം. സ്വർഗീയ നന്മ കൊണ്ട് ഓരോ മക്കളെയും നിറയ്ക്കണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചേൽപ്പിക്കുന്നു കർത്താവ്. പ്രത്യേകിച്ച് യാത്ര പോകുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവെ. എല്ലാ യാത്രകളിലും സ്വർഗം കൂടെ ഇരിക്കണമേ. വാഹനത്തിലും വഴിയിലും കൂടെ ഇരിക്കണേ. വലയുവാൻ സമ്മതിക്കല്ലേ കർത്താവെ. ആകാശം കയറി യാത്ര ചെയ്യുമ്പോൾ ഉള്ളംകാര്യത്തിൽ വഹിക്കണമേ കർത്താവെ. സുരക്ഷിതമായ നിത്യസ്ഥാനത്ത് എത്തിച്ചേരുവാനും സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സുവിശേഷ വേലക്കാരെ ഓർക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് സഹായിച്ച് കൃപയിൽ കാത്തുകൊള്ളണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുക, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.